ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൽ ലുഖ്മാനിലെ 28, 29, 30 ആയത്തുകൾ പുതിയ പാഠമായി ഇന്ന് നമ്മൾ പാരായണം ചെയ്യുകയാണ്. പേജ് നമ്പർ 413, 414. ഈ മൂന്ന് വചനങ്ങളിലെയും പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ما خلقكم ولا بعثكم إلا كنفس واحدة. ഇവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം, മീമിന് മുകളിൽ ഖൽഖുക്കും എന്ന മീമിന് മുകളിൽ ഒരു ഒരു ദ്വിത്വത്തിൻ്റെ അടയാളമുണ്ട്. അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ്. തൊട്ട് മുമ്പിലുള്ള വചനവുമായി ഇതിനെ ചേർത്തോതുകയാണെങ്കിൽ ഇന്നല്ലാഹ അസീസുൻ ഹകീമും മാ ഖൽഖുക്കും വലാ ബഅസുക്കും എന്ന് മീമിന് ഷദ് വരുന്നു, മണിക്കണം. അതായത് ഹക്കീമുൻ എന്ന തൻവീനിനെ പൂർണ്ണമായും ഈ മീമിലേക്ക് ലയിപ്പിച്ച് ഇത് അംബിഗുന്ന കാമിൽ നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഈ മീമിന് ഷദ് വരുന്നു. അതുമാത്രമാണ് ആ സന്ദർഭത്തിൽ മാത്രമാണ് ഈ മീമിന് ഷദ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം മാ ഖൽഖുക്കും എന്ന് ഓതുകയാണ് വേണ്ടത്. ഖൽഖുക്കും, ഖായിനും ഖാഫിനും തഫ്ഖീം വരുന്നു, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട രണ്ടക്ഷരങ്ങൾ ഇസ്തിഅലാന്റെ ഹർഫുകളാണ്. ഖൽഖുക്കും ബഅസുക്കും എന്നൊക്കെ പദങ്ങളുടെ അന്ത്യത്തിൽ സാക്കിനായ മീം വരുന്നുണ്ട്. ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. വാവിന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുകയും വേണ്ടതാണ്. ما خلقكم ولا بعثكم إلا كنفس واحدة. كنفس واحدة തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഈ ഭാഗത്തിൽ ഖായിനും ഖാഫിനും നേരത്തെ സൂചിപ്പിച്ച പോലെ തഫ്ഖീം കൊടുക്കണം എന്നതല്ലാതെ മറ്റ് ഹർഫുകൾക്കൊന്നും തന്നെ തഫ്ഖീം വരുന്നില്ല. എല്ലാം തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇന്നല്ലാഹ ഷദ്ദുള്ള നൂന് മണിക്കുക, നൂൻ മുഷദ്ദദ. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കണം. ലാമിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീമാണ്. സമീഉൻ ബസീർ. സമീഉൻ, ഈ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബാഇന് മുമ്പിൽ തൻവീൻ വന്നതിനാൽ ഫലത്തിൽ ഇഖ്ലാബ് ചെയ്യുമ്പോൾ മീമായി മാറുന്നു. അങ്ങനെ സാക്കിനായ മീം ബാഇന് മുമ്പിൽ വരുമ്പോഴുള്ള ഇഖ്ഫ ഷഫവി എന്ന ഹുക്ം അനുസരിച്ച്, വിധി അനുസരിച്ച് ഇവിടെ ഉച്ചരിക്കേണ്ടതാണ്. സമീഉൻ ബസീർ, വ്യക്തമാക്കി മണിക്കുക എന്നർത്ഥം. ബസീർ, സ്വാദിന് കസ്റുണ്ട്, കുറഞ്ഞ തഫ്ഖീമാണ് സ്വാദിന് വരിക. റായിൽ പൂർണ്ണമായും തർക്കീഖാണ്. ബസീർ എന്ന് നേർപ്പിച്ചുകൊണ്ട് റായിനെ ഉച്ചരിക്കണം. റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ യാ സാക്കിനായി വരികയും ചെയ്യുന്നു. എന്നതുകൊണ്ടാണ് റായിന് തർക്കീഖ് നൽകേണ്ടതായി വരുന്നത്. അലം തറ അന്നല്ലാഹ, ഇവിടെ അലം തറ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കണം. അല്ലാഹ വീണ്ടും ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമു ഉച്ചരിക്കുക. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി, അവിടെയും ഷദ്ദുള്ള നൂനിനെ മണിക്കുക. നൂൻ മുഷദ്ദദ
വീണ്ടും വയൂലിജുന്നഹാറ, ഇവിടെയൊക്കെ ശബ്ദുള്ള നൂനിനെ മണിക്കണം. റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. നേരത്തെ ഫിന്നഹാരി എന്ന് പറഞ്ഞപ്പോൾ കസ്റാണ്, റായിന് എന്നതുകൊണ്ട് തർക്കീഖാണ്. വയൂലിജുന്നഹാറ ഫത്ഹാണ്, തഫ്ഖീം കൊടുക്കുക. ഫില്ലൈലി വസഖറ الشمس والقمر. വസഖറ ഖാഇനും റായിനും തഫ്ഖീം കൊടുക്കുക. ഖാ ഇസ്തിഅലാൻ്റെ ഹർഫാണ്, റാ അസ്ലിൽ തന്നെ തഫ്ഖീമിൻ്റെ ഹർഫാണ്. അപ്പോൾ വസഖറ അശ്ശംസ, ഷീൻ തഫശിയുള്ള അക്ഷരം, അഷ് അഷ് എന്നുള്ള ശബ്ദം വ്യക്തമായി വരണം. വസഖറ അശ്ശംസ, അതിൽ സാക്കിന മീം വരുന്നുണ്ട്, അല്പം പോലും മണിക്കാതെ ഇൽഹാർ ഷഫവി നൽകുക. വസഖറ അശ്ശംസ വൽഖമറ കുല്ലുൻ യജ്രി. വൽഖമറ ഖാഫിന് തഫ്ഖീം, മീമിന് തർഖീഖ്, റാഇന് തഫ്ഖീം. വൽഖമറ കുല്ലുൻ യജ്രി. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കേണ്ടതാണ്. കുല്ലുൻ യജ്രി, യജ്രി എന്ന് പറയുമ്പോൾ ജീമിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ സുക്കൂനിനെ ഉച്ചരിക്കേണ്ടതാണ്. യജ്രി യജ്രി ഇലാ അജലിൻ മുസമ്മ. അവിടെ റാഇന് കസ്റാണ്, തർക്കീഖ് കൊടുക്കുക, നേർപ്പിച്ച് ഉച്ചരിക്കുക. അവിടെ യജ്രി. അതുപോലെ ഇല, ഈ രണ്ട് ദീർഘാക്ഷരങ്ങൾ, ഒന്ന് യാ, രണ്ടാമത്തത് അലിഫ് മഖ്സൂർ. ഇവ രണ്ടും തന്നെ യാവും അലിഫും മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ തുടക്കത്തിലായി വന്നിരിക്കുന്നു എന്നതുകൊണ്ട്. അജലിം മുസമ്മ, തൻവീനിനെ പൂർണ്ണമായി മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ആംബിഗുന്ന കാമിൽ. അജലിം മുസമ്മ, ഷദ്ദുള്ള മീം വീണ്ടും വരുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വീണ്ടും വഅന്നല്ലാഹ, ഷദ്ദുള്ള നൂനും വരുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്യുക. ലാമിനെ ദീർഘ അക്ഷരമായ അലിഫും. ബിമാ തഅമലൂന ഖബീർ. ബിമാ തഅമലൂന, ഐന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ഹുറൂഫുൽ ഹൽഖ് പൊതുവിൽ പലർക്കും തെറ്റിപ്പോവാറുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട അക്ഷരമാണ് ഐന്. തഅമലൂന, ബൈനിയ അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന സിഫത്തൊക്കെ ഐനിനുണ്ട്, നാം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് മുമ്പ്. ഖബീർ, ഖാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാൻ്റെ ഹർഫാണ്, തടിപ്പിച്ചുച്ചരിക്കുക. റാഇന് തർഖീഖാണ്, റാഇന് വഖഫിന് സുക്കൂൻ വരുന്നു, തൊട്ടു മുമ്പിൽ സാക്കിനായ യാവുമുണ്ട്, നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് റാ. ഖബീർ. ذلك بأن الله هو الحق. ذلك بأن الله, ഷദ്ദുള്ള നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം നൽകി ലാമിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഉച്ചരിക്കുക. ഹുവൽ ഹഖ്, ബിഅന്ന അല്ലാഹ ഹുവ, ആ ഹാകളൊക്കെ ക്ലിയറാക്കി ഉച്ചരിക്കണം, തെറ്റിപ്പോവരുത്. അൽ ഹഖ്, ഹ ക്ലിയറാക്കുക. ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്, തടിപ്പിക്കണം. വഅന്നമാ യദ്ഊന, ഷദ്ദുള്ള നൂനിനെ മണിക്കുക. യദ്ഊനയിലെ ദാലിന് ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. മിൻ ദൂനിഹി, സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി ശബ്ദം, അതായത് നൂനിനെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻ ദൂനിഹിൽ ബാത്തിൽ. അൽ ബാത്തിൽ, ബാ, അതിൻ്റെ അലിഫ്, ഇതൊക്കെ തർക്കീഖിൻ്റെ ഹർഫുകളാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അൽ ബാത്തിലു, ത്വാഇന് കസ്റ്, കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക.
ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. وأن الله ഷദ്ദുള്ള നൂനും നൂനിനെ മണിക്കണം. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക. നേരത്തെ വന്നതുപോലെ وأن الله هو അല്ലേ, ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നതുപോലെ ഇവിടെ വീണ്ടും വരുന്നു. രണ്ട് ഹായകൾ തുടരെയായി വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അൽ അലിയുൽ കബീർ, അൽ അലിയുൽ കബീർ. അൽ കബീർ എന്ന് പറയുമ്പോൾ റായിന് തർക്കീഖാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സുക്കൂൻ വരുന്നു വഖഫ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പിൽ സാക്കിനായ യാ ഉമുണ്ട് എന്ന കാരണത്താൽ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير. ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير.